ആ അമ്മയുടെ നിലവിളി ഇപ്പോഴും ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. മലയാളികളുടെ നെഞ്ചിലേക്കാണ് അവരുടെ കണ്ണീർ വീണത്. തിരുവനന്തപുരം വഞ്ചൂരിലെത്തിയാൽ ഇപ്പോഴും ചോരപ്പാടുകൾ കാണാം. പട്ടാപ്പകൽ നടുറോഡിൽ കണ്ട കാഴ്ച മനസ്സിൽ നിന്നും മായുന്നില്ല. നാളുകൾ നീണ്ട കുടിപ്പക കൊലപാതകത്തിൽ കലാശിച്ചപ്പോൾ അവിടെ ഇല്ലാതായത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. വഞ്ചൂർ സ്വദേശി വിശാഖിനെ കൊലപ്പെടുത്തിയത് വ്യക്തിവിരോധത്തെ തുടർന്നാണ് സ്ഥിരീകരണം. എറണാകുളം തൃക്കാക്കരയിൽ 2 യുവാക്കളെ ക്രൂരമായി ആക്രമിച്ച ദൃശ്യങ്ങളും മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു പൊള്ളിക്കും. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. നൊന്ത് പ്രസവിച്ചപ്പോൾ പോലും ആ അമ്മ ഇത്രയും വേദന അനുഭവിച്ചിട്ടുണ്ടാകില്ല. സ്വന്തം മകനെ ക്രിമിനൽ സംഘങ്ങൾ വടിവാൾ കൊണ്ട് വെട്ടി നുറുക്കിയത് നേരിൽ കണ്ടതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഒരമ്മയുടെ നെഞ്ച് പൊട്ടിയുള്ള കരച്ചിൽ തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. വിശാഖിനെ വെട്ടി വീഴ്ത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് മാതാവ് ശൈലയാണ്. മകൻ വെട്ടേറ്റ് കിടക്കുന്നത് കണ്ട് അമ്മ അലറിക്കരഞ്ഞെങ്കിലും ആരും എത്തിയില്ല. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വിശാഖിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വഞ്ചിയൂരിൽ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയതിന് കാരണം മുൻ വൈരാഗ്യം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ 4 പ്രതികളെയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിശാഖിനോടുള്ള മുഖ്യപ്രതി പ്രദീപിന്റെ വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമാക്കിയ പ്രതികൾ കുറ്റം സമ്മതിച്ചതായും ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ചമ്പക്കട സ്വദേശി പ്രദീപാണ് കേസിലെ മുഖ്യപ്രതി. ഇയാളാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. മുൻപ് വിശാഖ് ഇയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനുള്ള പ്രതികാരമായാണ് കൊലപാതകം നടത്തിയതെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതികരിച്ചു. അതിലെ 1-ാം പ്രതി പ്രദീപ് എന്നറിയപ്പെടുന്നയാളാണ്. ഈ ആളും ഈ കൊല്ലപ്പെട്ട വിശാഖും തമ്മിൽ മുൻ വിരോധം ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ അയൽവാസികളാണ്, ബന്ധുക്കളാണ്. വസ്തുതർക്കത്തിൽ തുടങ്ങിയ ഒരു ക്ലാഷാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുൻ വിരോധവും ഈ തർക്കം ഇന്നലെ എങ്ങാണ്ട് 2 ദിവസത്തിന് മുമ്പ് ഇയാളുടെ ബന്ധുവായിട്ട് എന്നിട്ട് ചെറിയ വാക്ക് തർക്കം ഉണ്ടായി. അതാണ് സഡൻ പ്രൊവോക്കേഷൻ എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. പാൽക്കുളങ്ങരയിൽ പതിയിരുന്നാണ് സംഘം വിശാഖിനെ ആക്രമിച്ചതെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ വിശാഖ് പ്രദീപിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഈ കേസിൽ റിമാൻഡിലായിരുന്ന വിശാഖ് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് പ്രദീപ് കൂട്ടാളികളുമായി എത്തി പകപോക്കിയത്. പ്രതികളെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മക്കൾ എത്ര വലുതായി കഴിഞ്ഞാലും അവരുടെ ദേഹത്തൊരു തുള്ളി മണ്ണ് വീഴുന്നത് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? അവരുടെ ചോര പൊടിഞ്ഞാൽ നെഞ്ചു പിടയാറില്ലേ? എറണാകുളം തൃക്കാക്കരയിലെ 2 യുവാക്കളെ ക്രിമിനൽ സംഘങ്ങൾ പന്ത് തട്ടുന്നത് പോലെ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ട രക്ഷിതാക്കൾക്ക് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ അറസ്റ്റിലായി. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരെയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലെ സജീവ അംഗങ്ങളാണ് അറസ്റ്റിലായ പ്രതികളെന്ന് പോലീസ് വ്യക്തമാക്കി. ദൃശ്യങ്ങളിൽ കാണുന്ന ക്രൂരമർദ്ദനം നടത്തുന്ന ബെന്നി എന്ന വിവീഷ് കാക്കനാട്ടെ സ്പാർട്ടൻസ് എന്ന മാർഷൽ ആർട്സ് അക്കാദമിയിൽ ബോക്സിംഗ് ട്രെയിനറാണ്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന യുവാക്കളെയാണ് കാറിലെത്തിയ സംഘം അതിക്രൂരമായി ആക്രമിച്ചത്. കാറിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന വാഴക്കാല സ്വദേശികളായ മുഹമ്മദ് ഷാഫി, പ്രവീൺ കുമാർ, നിസാം എന്നിവർക്കാണ് മർദ്ദനമേറ്റത്.
ആക്രമണത്തിൽ പ്രവീൺകുമാറിന്റെ തലയോട്ടിക്ക് പൊട്ടലും ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. ഇയാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താടിയലിൽ പൊട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം? അതുപോലെ മറ്റേ വളയിട്ടിട്ട് ഇടിച്ച വളയാണോ എന്താണെന്നോ എനിക്ക് കറക്റ്റ് ആണ്, നമ്മൾ ദൃക്സാക്ഷിയല്ല. പക്ഷെ ഒന്നില്ലെങ്കിൽ വള അല്ലെങ്കിൽ മോതിരം പോലത്തെ എന്തോ ഡോട്ട്സ് പോലെ വന്നേക്കണം മുഖത്ത്. അത് ഒരു കവളിലല്ല, മൊത്തം മുഖം. ഇവിടെ 4 സ്റ്റിച്ച് ഉണ്ട് അവനിക്ക്, എൻ്റെ മകന്. മറ്റവനെ പ്ലാസ്റ്റിക് സർജറിക്ക് കൊണ്ടുപോയിക്കാണ്. ഷാഫിയുടെ താടിയലിന് പൊട്ടലുണ്ടാവുകയും പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുകയും ചെയ്തു. നിസാമിനും മൂക്കിലും ചുണ്ടിലും ഗുരുതരമായി പരിക്കേറ്റു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട സംഘമാണിതെന്ന് പോലീസ് പറയുന്നു. പ്രതികൾക്ക് ലഹരിബന്ധങ്ങളുണ്ടോ എന്നും മുമ്പ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. IT ഹബ്ബായ കാക്കനാട് കേന്ദ്രീകരിച്ച് ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക പരത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നിന്നെ ഇനിയും തല്ലുമെടാ. മൂവാറ്റുപുഴ വാളകത്ത് 10ാം ക്ലാസ്സുകാരനെ സഹപാഠികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചത് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടാണ്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തു. ആക്രമണത്തിൽ ഉൾപ്പെട്ടവർ മാതാപിതാക്കൾക്കൊപ്പം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാകണം. ആക്രമണം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റും അറിയിച്ചു. വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് സഹപാഠികളായ 4 അംഗ സംഘത്തിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചു. ജൂലൈ 16-ന് 1-ാം പ്രതിയും മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തൊട്ടടുത്ത ദിവസം വൈകിട്ട് 4:30-ഓടെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ 4 അംഗ സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. മാർ സ്റ്റീഫൻ സ്കൂളിന് സമീപത്തെ ബ്രൈറ്റ് സ്കൂളിനടുത്തുള്ള ഇടവഴിയിൽ വെച്ചായിരുന്നു ആക്രമണം. അസഭ്യം പറഞ്ഞ് വിദ്യാർത്ഥിയെ സംഘം തുടർച്ചയായി മർദ്ദിച്ചു. മുഖത്തും ശരീരത്തിലും ക്രൂരമായി മർദ്ദിച്ച സംഘം രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി വീണ്ടും ആക്രമിക്കുകയായിരുന്നു. 3-ാം പ്രതി വയറ്റിൽ ശക്തമായി ചവിട്ടുകയും 4-ാം പ്രതി മുഖത്ത് ഇടിക്കുകയും ചെയ്തു. ആക്രമണത്തിനിടെ വിദ്യാർത്ഥിയെ ഭയപ്പെടുത്തുന്നതും തുടർന്ന് പെട്ടെന്ന് ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായും പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയതായും അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് സ്കൂൾ PTA കമ്മിറ്റിയും അറിയിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ കുട്ടികൾക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മൂവാറ്റുപുഴ പോലീസ് പറഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികളിലേക്കും പോലീസ് കടന്നേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകിയ 2 അധ്യാപികമാർ. വിദ്യാർത്ഥികളെ അണിനിരത്തി ലഹരി വിരുദ്ധ പ്രചാരണത്തിന് സൂംബ ഡാൻസ് വരെ സംഘടിപ്പിച്ചവരാണ് കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ കീർത്തനയും കാവ്യയും. ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ കയ്യടി നേടിയ ഇരുവരും മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന ഇടനിലക്കാരായിരുന്നുവെന്ന് ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത്. ലഹരി കേസിൽ പ്രതികളായ 2 അധ്യാപകരെയും സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. കേസിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സംഭവം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ലഹരി സംഘങ്ങൾ വൻതുകയ്ക്കുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് സ്ത്രീകളെ മറയാക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. അറസ്റ്റിലായ അധ്യാപികമാരായ കീർത്തനയ്ക്കും കാവ്യയ്ക്കും ഇടപാടിലുള്ള പങ്കെന്തായിരുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്.
പണമിടപാട് മാത്രമാണോ അതോ സംഘത്തിലെ സുപ്രധാന കണ്ണികളോ ലഹരിമരുന്ന് കാരിയർമാരോ ആയിരുന്നോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനായി റൂറൽ SP മെറിൻ ജോസഫ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കേസിലെ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാണെന്ന് റൂറൽ SP പറഞ്ഞു. ലഹരിയുടെ ഉറവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അപ്പം സാധാരണ ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുന്നവരെ വെച്ചാണ് നമ്മൾ ചാർജ് കൊടുക്കാറുള്ളത്. പക്ഷേ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഓരോ കേസിലും ഡീപ്പായിട്ടുള്ളൊരു അന്വേഷണം വേണം. പിന്നെ ഓരോ കേസിന്റെ പിന്നിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനും അതുപോലെ ഇതിന്റെ സോഴ്സ് കണ്ടെത്താനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ഫർദർ അറസ്റ്റുകളും ഇനി വരുന്ന ദിവസങ്ങളുണ്ടാകും. സംഭവത്തിൽ രണ്ടാമത്തെ അധ്യാപികയെയും ജോലിയിൽ നിന്ന് പുറത്താക്കി. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയെയാണ് പുറത്താക്കിയത്. സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ അറസ്റ്റിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നു. അധ്യാപികമാരെ ഇടനിലക്കാരാക്കിയുള്ള ലഹരി വ്യാപാരം കഴിഞ്ഞ മാസം 28-ന് വടാര സ്വദേശി റിസ്വാൻ പിടിയിലായതോടെയാണ് പുറത്തു വന്നത്. അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്കാണ് ഉപഭോക്താക്കൾ പണം അയക്കേണ്ടിയിരുന്നത്. പണം കിട്ടിയാൽ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷനിലെത്തിയാൽ മറ്റൊരാൾ MDMA കൈമാറുന്നതായിരുന്നു ഇവരുടെ രീതി. കീർത്തനയുടെ അക്കൗണ്ടിലെത്തിയ പണവും കാവ്യയുടെ അക്കൗണ്ടിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. അറസ്റ്റിലായ കീർത്തന ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തി സൂംബ ഡാൻസ് നടത്തിയിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി കീർത്തനയും സൂംബ ചുവടുവെച്ചിരുന്നു. കീർത്തനയും കാവ്യയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും വിവാഹമോചരെന്നാണ് പറഞ്ഞിരുന്നത്. കാവ്യ അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്നപ്പോൾ BRCകൾ പിരിവെടുത്ത് 2 ലക്ഷം രൂപ സഹായധനമായി നൽകി. പിന്നീട് വളരെ പെട്ടെന്ന് സാമ്പത്തിക നിലയിൽ മാറ്റം വന്നു. ഇരുവരും അടുത്ത കാലത്തായി നയിച്ചത് ആഡംബര ജീവിതമാണ്. അപകടം പറ്റിയ സമയത്ത് BRCകളിൽ നിന്ന് വലിയ തുക പിരിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റു BRCകളിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തിന് മേലെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരാണ് പെട്ടെന്ന് ആ സാമ്പത്തിക നില മാറിയത്. അത് നമ്മൾ പൊതുവെ ഓളെ കാണുമ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെന്നൊന്നും നമുക്കല്ല, അങ്ങനെ പ്രയാസമുള്ള ആളുകളെ ഒരു ഔട്ട്ലുക്ക് കണ്ടാൽ തിരിയുന്ന ഒരവസ്ഥ അല്ലേ, അതൊന്നും കാണാൻ തിരിയല. ഈ കീർത്തനന്റെ ഇതിന് ശേഷം ഞാൻ ചോദിച്ചു, നീ ഒരു കാറൊക്കെ വാങ്ങിയല്ലോ? അന്നേരം പറഞ്ഞു, ആങ്ങള ഗൾഫിലാണ്, ആങ്ങള എനിക്ക് ഓടിക്കാൻ തന്നതാണ് ടീച്ചറെ, എനിക്ക് അതിലൊരു പങ്കുമില്ല, കാറ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര BRCയിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി. ന്യൂസ് 18 കോഴിക്കോട്. ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് വലിയ മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും പോലീസ് പഴയ പോലീസ് തന്നെയാണ്. കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടുന്ന പ്രവണതയ്ക്കും കസ്റ്റഡി മർദ്ദനത്തിനും കുറവൊന്നുമില്ല. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവം ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടി. ഇതിനിടെ മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ജൂൺ 16-ന് 13 വയസ്സുകാരനെ കാണാതായെന്ന പരാതിയെ തുടർന്നാണ് സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് പോലീസ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ സിയാദിന് കസ്റ്റഡിയിലിരിക്കെ ക്രൂരമായ മർദ്ദനമാണ് നേരിട്ടതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുനിച്ചിർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്, ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോ എവിടെ വെച്ച്? വണ്ടിക്കകത്ത് വെച്ച്. ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. മനസ്സാക്കാതെ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഒരു പെരുമ്പഴയ്ക്കും കേരളത്തിന് സ്ഥലത്തിന് ഇടയ്ക്ക് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയാണ്. പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് എന്ന് പറഞ്ഞു. അതിനകത്ത് സിയാദിനെ ക്രൂരമായ ഇടിക്കുകയായിരുന്നു പോലീസുകാർ. മർദ്ദനത്തെ തുടർന്ന് വാരിയെല്ല് പൊട്ടിയിരുന്നു. ആന്തരിക പരിക്കുകൾ ഗുരുതരമായതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഭാര്യയുടെയും ആരോപണം. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ SI അതുലിനും കോൺസ്റ്റബിൾ ശ്രീജിത്തിനുമെതിരെയാണ് കുടുംബം ഗുരുതരാരോപണം ഉന്നയിച്ചിരിക്കുന്നത്.
സംഭവത്തിനിടെ സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ? അന്ന് സാറിനടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നത് തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കസ്റ്റഡി മർദ്ദന പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് അടിയന്തര റിപ്പോർട്ട് തേടി. സമഗ്ര അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിയാദിന്റെ മരണത്തിന് കസ്റ്റഡി മർദ്ദനമാണോ കാരണമെന്നതുൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷണ വിധേയമാണ്. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരവധി അപരിചിതരായ ആളുകളെ കാണാറില്ല. ഈ അടുത്ത കാലത്ത് വന്ന് താമസിക്കുന്നവരാകാം, ചിലപ്പോൾ ഇതര സംസ്ഥാനക്കാരാകാം. അങ്ങനെ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ സൂക്ഷിക്കണമെന്ന് മക്കളോട് മാതാപിതാക്കൾ പറയണം കേട്ടോ. ദുഷിച്ച മനസ്സോടെ കുട്ടികളെ നോക്കുകയും ലൈംഗികമായി അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ സംസാര വൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. കേസിൽ മധ്യപ്രദേശ് സ്വദേശിയായ റിമുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയാണ് സംഭവം. വീടിന് സമീപം നിൽക്കുകയായിരുന്ന കുട്ടിയെ വായ പൊത്തി അടുത്തുള്ള ഏലക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പെൺകുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ വ്യാപകമായി തെരച്ചിൽ നടത്തി. പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല. വൈകുന്നേരത്തോടെ പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പ്രതി തട്ടിക്കൊണ്ടുപോയ വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി. രാത്രിയോടുകൂടി പോലീസ് നടത്തിയ തെരച്ചിലിലാണ് പ്രതി പിടിയിലായത്. മധ്യപ്രദേശ് സ്വദേശിയായ റിമു 8 മാസം മുൻപാണ് ഉടുമ്പൻചോലിലെത്തിയത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. പ്രതിയുടെ താമസ സ്ഥലത്ത് പുലർച്ചെ നടത്തിയ തെരച്ചിലിൽ വ്യാജ ആധാർ കാർഡ് കണ്ടെത്തി. 4 മാസങ്ങൾക്ക് മുൻപ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ സമീപത്തുള്ള ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്നും 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. ആ സംഭവവുമായി പ്രതിക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിവാഹമോചനം നേടിയാലും കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ഭാര്യയ്ക്കും കുട്ടിക്കും ചിലവിന് ജീവനാംശം കൊടുക്കാൻ കോടതി പറഞ്ഞാൽ അതനുസരിച്ചേ പറ്റൂ. ഇനി കോടതിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചാൽ എന്താണ് അവസ്ഥയെന്ന് കൂടി അറിയണം കേട്ടോ. ഭാര്യയ്ക്കും കുട്ടിക്കും ജീവനാംശം നൽകാതെ മുങ്ങി നടന്ന മലപ്പുറം തിരൂർ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. വിവാഹമോചന സമയത്തെ വ്യവസ്ഥ തെറ്റിച്ച് ഭാര്യയ്ക്കും കുട്ടിക്കും ചിലവിന് ജീവനാംശം കൊടുക്കാതെ മുങ്ങി നടന്നിരുന്ന ഭർത്താവിനെയാണ് തിരൂർ പോലീസ് തേടിപ്പിടിച്ച് അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി ഭാര്യയ്ക്കും കുട്ടിക്കും ജീവനാംശം നൽകാതെ മുങ്ങി നടക്കുകയായിരുന്നു തിരൂർ സ്വദേശിയായ മുഹസിൻ. തിരൂർ SI നസീർ തിരൂർക്കാടിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്.
ജീവനാംശം നൽകുന്നില്ലെന്ന പരാതിയിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ തിരൂർ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CPOമാരായ ഷെമിത്ത് ലാൽ, പ്രദീപ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. AC റൂമിൽ താമസിക്കുകയും ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവർക്ക് സാധാരണക്കാരൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ MK റാം ജയിലിൽ കിടന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി അന്ന് അനുഭവിച്ച വേദന, അവൻ്റെ സങ്കടം. അധ്യാപകരുടെ മാനസിക പീഡനം കാരണമാണ് അവൻ ജീവനൊടുക്കിയത്. കേസിലെ ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 5 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി ഡോക്ടർ MK റാമിനെ 5 ദിവസത്തേക്കാണ് തലശ്ശേരി SC/ST കോടതി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഡോക്ടർ റാമിനെ ഓഗസ്റ്റ് 1 കോടതിയിൽ ഹാജരാക്കണം. വൈദ്യപരിശോധന റിപ്പോർട്ടും അന്ന് ഹാജരാക്കണം. റാമിനെ കസ്റ്റഡിയിൽ ലഭിച്ചാലേ കൂടുതൽ അന്വേഷണം നടത്താൻ സാധിക്കൂ എന്നറിയിച്ചാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകിയത്. പ്രതിയെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഉൾപ്പെടെ എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് ഈ മാസം 20 ക്രൈംബ്രാഞ്ച് സംഘം റാമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കീഴടങ്ങാൻ വരുന്നതിനിടെ കുടകിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചല്ല അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് റാമിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇത് അംഗീകരിച്ച് അറസ്റ്റ് റദ്ദാക്കിയ കോടതി റാമിനെ വിട്ടയച്ചു. തുടർന്ന് വീണ്ടും റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് അനുമതി തേടി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുകയും വ്യാഴാഴ്ച അനുമതി ലഭിക്കുകയുമായിരുന്നു. കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിന് മുമ്പ് റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിരുന്നു. അനുമതി ലഭിച്ചതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റാമിനെ ആദ്യം അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായതിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ മാറ്റി ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന് ചുമതല നൽകിയിരുന്നു. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം കാട്ടാക്കടയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം തുടർക്കഥയാണ്. തട്ടുകട കുത്തിത്തുറന്ന് പണം കവർന്നാണ് ഒടുവിലത്തെ സംഭവം. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും പള്ളിയിലും വീടുകളിലും ഉൾപ്പെടെ കള്ളൻ കയറിയിരുന്നു. തുടർച്ചയായി മോഷണങ്ങൾ ഉണ്ടായിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാട്ടാക്കടയിലും പരിസര പ്രദേശങ്ങളിലും കടകൾ കുത്തിത്തുറന്ന് മോഷണം പതിവാകുകയാണ്. കഴിഞ്ഞ ദിവസം പൂവച്ചൽ മുളമൂട് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകട കുത്തിത്തുറന്ന് 18,600 രൂപ മോഷ്ടിച്ചതാണ് ഒടുവിലത്തെ സംഭവം. മുളമൂട് സ്വദേശിയായ ജയന്റെ ഉടമസ്ഥതയിലുള്ള അശ്വതി തട്ടുകടയിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 5 മണിയോടെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം ജയൻ അറിയുന്നത്. തുടർന്ന് കാട്ടാക്കട പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കടയുടെ പുറത്തെ ഗ്രില്ല് പൂട്ടിയിരുന്ന 2 പൂട്ടുകളും തകർത്താണ് കള്ളൻ അകത്ത് കടന്നത്. കടയ്ക്കുള്ളിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. തകർത്ത 2 പൂട്ടുകളും സമീപത്തെ വൈദ്യുത പോസ്റ്റിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനും കടവാടക നൽകുന്നതിനുമായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടാക്കൾ കവർന്നതെന്ന് കടയുടമ പറഞ്ഞു. രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ പൂട്ട് 2 വെളിയിൽ കിടക്കുന്ന ഷട്ടർ തുറന്നിറന്ന് പരിശോധിച്ച് കടയ്ക്കകത്ത് കയറിയപ്പോൾ
കടയ്ക്കകത്തിരുന്ന പൈസ, സാധനം എടുക്കാനുള്ളത്, കൊലയ്ക്ക് കൊടുക്കാനുള്ളത്, കടവാടക, ഇങ്ങനെയുള്ള പൈസ എല്ലാം പോയിരിക്കുന്നു. എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്? 18,600-500 എഴുതിയുള്ളൂ. വിവരമറിഞ്ഞ് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമീപകാലത്ത് മോഷണ പരമ്പര തുടരുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. ജൂൺ 2-ന് മുളമൂട് ജംഗ്ഷനിലെ ശ്രീ നീലകണ്ഠസ്വാമി സമാധി പീഠത്തിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്നു. ജൂൺ 11-ന് മുളമൂടിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയുള്ള കോട്ടക്കുഴിയിൽ സൈനിക ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് 15 പവൻ സ്വർണം കവർന്നു. ജൂൺ 29-ന് കുറക്കോണം പാറമുകൾ CSI പള്ളിയിലെ കാണിക്കവഞ്ചികളും അന്നേ ദിവസം തന്നെ കിള്ളി ജമാഅത്ത് പള്ളിയിലെ കാണിക്കവഞ്ചികളും അപഹരിച്ചു. പിന്നാലെ ആര്യനാട് മദ്യവിൽപ്പനശാലയിലും ജൂലൈ 20-ന് കാട്ടാക്കട തപാൽ ഓഫീസിലും മോഷണ ശ്രമമുണ്ടായി. തുടർച്ചയായി മോഷണങ്ങൾ ഉണ്ടായിട്ടും പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ സ്ഥിരം മോഷ്ടാക്കൾ നിലവിൽ ജയിലിലാണെന്നും മറ്റു പ്രതികളാണ് മോഷണത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 നെയ്യാറ്റുകര. പാലക്കാട് കുലുക്കല്ലൂർ സ്വദേശി മൊയ്തീൻ പോലീസിന്റെയും എക്സൈസിന്റെയും നോട്ടപ്പുള്ളിയാണ്. കഞ്ചാവും സിന്തറ്റിക് ഡ്രഗുകളും ജില്ലയിലെത്തിക്കുന്നതിലെ പ്രധാനി. കുറച്ച് നാളുകളായി മൊയ്തീൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കഞ്ചാവ് കേസിൽ ഒളിവിൽ പോയ പ്രതിയെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. 20 കിലോ കഞ്ചാവ് കടത്തിയ കേസിലാണ് മൊയ്തീൻ 7 മാസങ്ങൾക്ക് ശേഷം പിടിയിലായത്. കഴിഞ്ഞ ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 20 കിലോ കഞ്ചാവുമായി മണ്ണേങ്ങോട് സ്വദേശികളായ 2 പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നുമാണ് മൂന്നാമനായ കുലുക്കല്ലൂർ ചൂണ്ടമ്പറ്റ പൊന്നേരി വീട്ടിൽ കല്ലടി മൊയ്തീനെക്കുറിച്ച് വിവരം ലഭിച്ചത്. എന്നാൽ മൊയ്തീൻ ഒളിവിൽ പോയി. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഷൊർണൂർ DYSP ഷാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കട്ടുപ്പാറയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ചില്ലറ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. മാസങ്ങളായി കണ്ണൂർ, പെരിന്തൽമണ്ണ എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മൊയ്തീൻ. കട്ടുപ്പാറയിൽ നിന്നും കാർ ഓടിച്ചു പോകുമ്പോഴാണ് പ്രതിയെ പിടികൂടിയത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോപ്പം SI ശിവശങ്കരൻ, പോലീസുകാരായ മുരുകൻ, സഭാവതി, നിഷാദ്, സഹബുദ്ദീൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. സിനിമാ താരങ്ങൾ തമ്മിലുള്ള പ്രശ്നം പോലീസിന് മാത്രമല്ല, കോടതിക്ക് ഇപ്പോൾ തലവേദനയായിരിക്കുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് നടി അൻസിബ കോടതിയെ സമീപിച്ചത്. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബയുടെ മൊഴി എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തും. ഇതിനായി അടുത്ത മാസം 29-ന് അൻസിബ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനുമെതിരെ നേരത്തെ അൻസിബ ഹസൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചാരണം നടത്തുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നീ ആരോപണങ്ങളായിരുന്നു പരാതിയിലുണ്ടായിരുന്നത്. യൂട്യൂബ് ചാനൽ ഉടമയ്ക്കെതിരെയും പരാതിയിൽ പരാമർശമുണ്ടായിരുന്നു. എന്നാൽ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് നിലപാട്. തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മാനനഷ്ടത്തിന് അൻസിബയ്ക്ക് കോടതിയെ സമീപിക്കാമെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇക്കാര്യം പോലീസ് നേരത്തെ അൻസിബയെയും അറിയിച്ചു. കേസ് പരിഗണിക്കവെയാണ് അൻസിബയോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്.
അടുത്ത മാസം 29-ന് കോടതിയിൽ ഹാജരാകണം. നേരത്തെയും സമാനമായ രീതിയിൽ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചിരുന്നു. ടിനി ടോമിനും മറ്റൊരു സംഭവത്തിൽ ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെയായിരുന്നു പരാതി. അന്നും അൻസിബ കോടതിയെ സമീപിച്ചു. തുടർന്ന് ഇരു പരാതികളിലും കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലോണാപ്പ് വഴി തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയ വൻ സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. പോങ്ങുമൂട് ചേന്തിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ അടക്കം 18 ഉത്തരേന്ത്യക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെയ്യാറ്റുകര മാരായമുട്ടത്ത് യുവാവിന് 4-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. മാരായമുട്ടം തത്തിയൂർ സ്വദേശി ഷെറിന് മർദ്ദനമേറ്റത് സാമ്പത്തിക തർക്കം മൂലമെന്ന് പോലീസ്. പാലക്കാട് പെൺകുട്ടിയെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്ത യുവാവിനെ തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമം. മുണ്ടൂർ കൂട്ടുപാത സ്വദേശി വി പ്രവീണിനെ ആക്രമിച്ച അയൽവാസി അഭിജിത്ത് അറസ്റ്റിൽ. തിരുവനന്തപുരം വർക്കലയിൽ ലോട്ടറി വിൽപ്പനക്കാരനെ മർദ്ദിച്ച 3-അംഗ സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെമ്മരുതി മുട്ടപ്പലം സ്വദേശി അച്ചു എന്ന രാഹുൽ. ഇടുക്കി ചെറുതോണി ഗാന്ധിനഗർ ഉന്നതിയിൽ വീട് കുത്തിത്തുറന്ന് വീട്ടുസാധനങ്ങളും വയറിംഗ് സാമഗ്രികളും മോഷ്ടിച്ച സംഘത്തെ കയ്യോടെ പിടികൂടി. പ്രദേശവാസികളായ സുനിൽ ഗോപി, വിജയരാജ് എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്. പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണ് സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും. എന്നാൽ ഇവിടെ പാവങ്ങളെ കൊള്ളയടിക്കുന്ന, അവരിൽ നിന്ന് കൈക്കൂലി പിടിച്ചു വാങ്ങുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെയുള്ള കൈക്കൂലിക്കാരെ എന്താണ് ചെയ്യേണ്ടത്? പൊതുമധ്യത്തിൽ വെച്ച് പരസ്യ വിചാരണ ചെയ്യണം, അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥനെ വിജിലൻസ് പൊക്കിയത് 75,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP ജോസാണ് കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുമ്പോൾ പിടിയിലായത്. 2 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. എന്നാൽ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പണം കൈമാറുമ്പോൾ ഉദ്യോഗസ്ഥന് പിടിവീഴുകയായിരുന്നു. കൈക്കൂലിക്കാരായ എല്ലാ ഉദ്യോഗസ്ഥരും ഒന്ന് കരുതിയിരുന്നോ? നാളെ നിങ്ങളുടെയും വിധി ഇതായിരിക്കും. പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഓർമ്മ വേണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.